നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ ഒഴിച്ച് പാർലമെന്റിലെ ഇരുസഭകളിലെ എംപിമാരും എംഎൽഎമാരും അടങ്ങുന്ന 4851 പേർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദിന് 7,02,044 വോട്ട് മൂല്യമുള്ള 2,930 വോട്ടുകളാണ് ലഭിച്ചത്. മീരാ കുമാറിന് 3,76,314 വോട്ട് മൂല്യമുള്ള 1,844 വോട്ടുകളാണ് ലഭിച്ചത്. ജയിക്കാൻ വേണ്ടിയിരുന്നത് 5,44,680 വോട്ടുകൾ മാത്രം. വൈകിട്ട് 4 മണിക്ക് രാംനാഥ് കോവിന്ദ് വിജയിച്ചതായി റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ലോക്സഭാ സെക്രട്ടറി ജനറൽ അനൂപ് മിശ്ര അറിയിച്ചു. ശ്രീ രാംനാഥ് കോവിന്ദ് has been duly elected to the office of the President of India. തുടർന്ന് വിജയിക്കുള്ള സർട്ടിഫിക്കറ്റ് റിട്ടേണിംഗ് ഓഫീസർ രാംനാഥ് കോവിന്ദിന് നൽകി. പോൾ ചെയ്ത വോട്ടിൽ 77 എണ്ണം അസാധുവായി. അതിൽ 21 എണ്ണം എംപിമാരുടേതാണ്. കോൺഗ്രസിന് തിരിച്ചടിയായി 4 സംസ്ഥാനങ്ങളിൽ വോട്ടുകൾ ചോർന്നു. ഗോവ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് രാംനാഥ് കോവിന്ദിന് അനുകൂലമായി കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നത്. കേരളത്തിൽ കോവിന്ദിന് പ്രതീക്ഷിച്ചതുപോലെ ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചത്. ഗോവയിലെ 17 എംഎൽഎമാരിൽ 11ഉം ഗുജറാത്തിലെ 60 എംഎൽഎമാരിൽ 40 പേരും മാത്രമാണ് മീരാ കുമാറിന് വോട്ട് ചെയ്തത്. ആകെ 116 വോട്ടുകൾ ക്രോസ് വോട്ടിങ്ങിലൂടെ രാംനാഥ് കോവിന്ദിന് ലഭിച്ചതായി സൂചനയുണ്ട്. അതേസമയം ഇത് ജീവിതത്തിലെ വൈകാരിക നിമിഷമെന്ന് രാംനാഥ് കോവിന്ദ് പ്രതികരിച്ചു. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അതേസമയം മതേതരത്തിനും അടിസ്ഥാന വർഗത്തിനും വേണ്ടിയുള്ള തന്റെ പോരാട്ടം തുടരുമെന്ന് മീരാ കുമാർ വ്യക്തമാക്കി. കോവിന്ദ് ബീഹാർ ഗവർണറായിരിക്കെയാണ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകുന്നത്. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.